ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമ്പൾ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ബയോ എനർജറ്റിക്സ് ആണ്. സോ ഇവിടെ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ലിവിങ് ഓർഗാനിസം എങ്ങനെയാണ് എനർജി എടുക്കുന്നത്, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെയാണ് മെറ്റബോളിക് പാത്വേയിൽ വരുന്നത്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യമാണ്. നമുക്ക് കുറച്ച് ഗ്യാസ് ഒക്കെ അടിച്ച് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഡെഫിനിഷൻ. സോ എനർജി ട്രാൻസ്ഫോർമേഷൻ, നമ്മളിവിടെ കൂടുതലായിട്ട് ഒരു ലിവിങ് ഓർഗാനിസത്തിൽ എനർജി ഒരു രീതിയിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെ നടക്കുന്നു എന്ന് പഠിക്കുന്നതാണ് ബയോ എനർജറ്റിക്സിൽ പഠിക്കുന്നത്. സോ മെറ്റബോളിക് പാത്വേ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിയിൽ ഒരുപാട് കെമിക്കൽ പ്രോസസ് നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, യൂട്ടിലൈസ് നടക്കുന്നുണ്ട്, അല്ലേ? സോ ബയോളജിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ സെല്ലുകളിൽ എങ്ങനെയാണ് എനർജി യൂട്ടിലൈസേഷൻ നടക്കുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ATP സിന്തസിസ്, അത് ATP എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ATP ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നത് ബയോ എനർജറ്റിക്സിലാണ്. സോ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഒരുപാട് സൈക്കിൾസ് ഒക്കെ പഠിക്കും കേട്ടോ. സോ ഫസ്റ്റ് വൺ ഈസ് കെമിക്കൽ ബോണ്ട് ആൻഡ് എനർജി എക്സ്ചേഞ്ച് ആണ്. എന്താണ് കെമിക്കൽ ബോണ്ട് ആൻഡ് എനർജി എക്സ്ചേഞ്ച്? എങ്ങനെയാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്, എങ്ങനെ എനർജി റിലീസ് ചെയ്യുന്നു, എങ്ങനെ വീണ്ടും ബോണ്ട് ഫ്രെയിം ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബോണ്ട് ബ്രേക്ക് ചെയ്യണം, അല്ലേ? സോ വീക്ക് കെമിക്കൽ ബോണ്ടുകളെല്ലാം ബ്രേക്ക് ചെയ്യുന്നു. സോ ആലോചിക്കുക, ഇതൊരു ബോണ്ടാന്ന് വെക്കുക. ഈ വീക്ക് ആയിട്ടുള്ള ബോണ്ടെല്ലാം ബ്രേക്ക് ചെയ്ത് എനർജി എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ. അതിനുശേഷം എനർജി റിലീസ് ചെയ്യുക. അതായത് നമുക്ക് ഈ എനർജി അവിടെ അങ്ങനെ ഉണ്ടായാൽ മാത്രം പോരാ, നമുക്കത് ആവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ എന്ന രീതിയിൽ എനർജി നമുക്ക് റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി റിലീസ് ചെയ്താൽ മാത്രം പോരാ, സ്ട്രോങ് ബോണ്ട്സുകൾ പിന്നെ ഫോം ചെയ്ത് പിന്നെയും എനർജി സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? സ്ട്രോങ് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയ എനർജീനെ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആൻഡ് സ്റ്റോർഡ് എനർജി എന്ത് ചെയ്യുന്നു? പിന്നെ വേരിയസ് സെല്ലുലാർ പ്രോസസ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. ഇതാണ് കെമിക്കൽ ബോണ്ടും എനർജി എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമുക്ക് പറയാം. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ATP ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ATP നമ്മൾ പണ്ട് മുതൽ 10ാം ക്ലാസ് മുതൽ കേൾക്കുന്നതാണ്. പക്ഷേ ATP എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എനർജി ആണ് നമുക്കറിയാം, അല്ലേ? സോ അതിന് ഇച്ചിരി കൂടെ കാര്യമായിട്ട് പഠിക്കാൻ പോവാം. സോ ATPന്റെ സ്ട്രക്ചർ നമുക്ക് പറയാം. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. അപ്പൊ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എല്ലാവർക്കും അറിയാം, കൺസിസ്റ്റ് ഓഫ് അഡിനോസിൻ ബൗണ്ട് വിത്ത് 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. നോക്കണം, അഡിനോസിൻ ഉണ്ട്, ട്രൈഫോസ്ഫേറ്റ്, ട്രൈ മീൻസ് 3 ഫോസ്ഫേറ്റ്. എളുപ്പമായില്ലേ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. സോ എനർജി സ്റ്റോറേജ് പറയാം. ATP സ്റ്റോർ ചെയ്യുന്നത് അതിന്റെ എനർജി എപ്പോഴും ഫോസ്ഫേറ്റ് ബോണ്ടിന് ഇടയിലായിരിക്കും. അങ്ങനെ അതാണ് സെല്ലുലാർ യൂസിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞു, ബോണ്ട് ബ്രേക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ എനർജി നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതേപോലെ ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ATPന്റെ ഈ ട്രൈഫോസ്ഫേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ബേസിക് ആയിട്ടൊരു പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മളെ ബോഡിയിൽ ATP ഉണ്ടല്ലോ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ട്. സോ അഡിനോസിനും 3 ഫോസ്ഫേറ്റും ആണ് ഉള്ളത്. സോ ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിലെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അപ്പോഴാണ് നമുക്ക് എന്ത് സഹായിക്കുക? നമ്മുടെ മസിൽ കൺട്രാക്ഷൻ, എനർജി കൺട്രാക്ഷൻ ഒക്കെ സഹായിക്കുക. ഒരു ബേസിക് പ്രിൻസിപ്പിൾ മാത്രമാണ് കേട്ടോ. സോ നമുക്ക് വീണ്ടും എനർജി സ്റ്റോർ ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ ആവശ്യമുണ്ട്. ആ ഫോസ്ഫേറ്റ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ATP ആയിട്ട് മാറിയിരിക്കുവാണ് ചെയ്യുക. അപ്പൊ ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ കേട്ടോ. ഇനി ATP ഹൈഡ്രോലൈസിസ് ആണ്. സോ ബ്രേക്കിംഗ് ഡൗൺ ATP റിലീസ് എനർജി ഫോർ ബയോളജിക്കൽ പ്രോസസ്. സോ ATP ഹൈഡ്രോലൈസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമായ എനർജി നമുക്ക് എടുക്കുന്നത്. ആൻഡ് ATP സിന്തസൈസ് എങ്ങനെ നടക്കുക? സെല്ലുലാർ ATP മെറ്റബോളിക് പ്രോസസ് ലൈക്ക് ഓക്സിഡേറ്റീവ് ഫോസ്ഫോ ഫയറിലേഷൻ വഴിയിട്ടൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് ആവശ്യമുള്ള ATPs നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എളുപ്പമാണ്. എനർജി സ്റ്റോറേജ് പഠിച്ചു, ഹൈഡ്രോലൈസിസും പഠിച്ചു. സോ ഇനി എനർജി ചാർജ് ആൻഡ് സെല്ലുലാർ നീഡ്സ് പറയാം. സോ ATP ഓർ ADP റേഷ്യോ. എന്താണ് ATP അല്ലെങ്കിൽ ADP റേഷ്യോ? ദ എനർജി ചാർജ് ഓഫ് എ സെൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ റേഷ്യോ ഓഫ് ATP ഓർ ADP കോൺസെൻട്രേഷൻ. അതായത് ഒരു സെല്ലിന് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ എത്ര എനർജി വേണം എന്ന് പറയുന്ന റേഷ്യോ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റേഷ്യോനെയാണ് നമ്മൾ ATP അല്ലെങ്കിൽ ADP റേഷ്യോ എന്ന് പറയാം. ഇനി ഹൈ എനർജി ചാർജ്. വെൻ ATP ലെവൽസ് ആർ ഹൈ, ATPയുടെ അളവ് ഭയങ്കര കൂടുതലാണെങ്കിൽ സെൽസ് ക്യാൻ യൂസ് എനർജി ഫോർ വർക്ക് ആൻഡ് ഗ്രോ. അപ്പോൾ എന്ത് ചെയ്യാം? സെല്ലിന് ആവശ്യമായ എനർജി എടുത്തുകൊണ്ട് അതിന് വളർന്നു പോകാനായിട്ട് പറ്റും. ഇനി ലോ എനർജി ചാർജ് ആണെങ്കിലോ, ADPയിൽ ഭയങ്കര കുറവാണെങ്കിലോ എന്ത് ചെയ്യുന്നു? നമുക്ക് സെല്ല് പുതിയ ATP നമ്മൾ ഉണ്ടാക്കണം. ATP എങ്ങനെ ഉണ്ടാക്കണം? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴി ഉണ്ടാക്കണം. ഒന്നും കൂടെ പറയാം, ADP ലെവൽ കുറയുവാണ്, പുതിയ ATP ഉണ്ടാക്കണം. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കി
എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ കാര്യം, ഇതൊക്കെ വലിയൊരു അത്ര വലിയൊരു പ്രശ്നകാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആൻഡ് എടിപി പ്രൊഡക്ഷൻ എങ്ങനെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആണ്. ഇലക്ട്രോൺ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു? അതായത് ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫർഡ് ത്രൂ എ സീരീസ് ഓഫ് പ്രോട്ടീൻ കോംപ്ലക്സ്. സോ നമ്മുടെ ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ട്, ഒരു സീരീസ് ഓഫ് പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ട്. സോ ഇലക്ട്രോൺസ് നിന്നും ഈ പ്രോട്ടീൻ കോംപ്ലക്സ് സീരീസ് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, പ്രോട്ടീൻ ഗ്രഡിൻ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ക്രിയേറ്റ് എ പ്രോട്ടീൻ ഗ്രഡിൻ അക്രോസ് ദ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. അതായത് കോൺസെൻട്രേഷൻ, നമ്മൾ പ്രോട്ടീൻ്റെ ഗ്രേഡിയന്റ്, പ്രോട്ടീൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യുന്നു, മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനകത്ത് കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യുക. ആൻഡ് എ ടി പി സിന്തസൈസ്. എ ടി പി സിന്തസൈസ് യൂസേജ് ദ പ്രോട്ടീൻ ഗ്രേഡിയന്റ് ടു പ്രൊഡക്ട്സ് ATP ഫ്രം ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഈ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനകത്ത് ആരെ കൂട്ടി, പ്രോട്ടീൻ്റെ കോംപ്ലക്സിൻ്റെ നമ്മൾ കൂട്ടി വെച്ചു. അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ കാരണത്താൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പ്രോട്ടീൻ കോംപ്ലക്സുകൾ എന്ത് ചെയ്യുന്നു, അതിനകത്ത് ക്രിയേറ്റ് ആവുകയും അങ്ങനെ എനർജി ട്രാൻസ്ഫർ എന്ത് ചെയ്യുന്നു, ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ആലോചിക്കണം, പ്രോട്ടോൺ ഗ്രേഡിയന്റ് ആണ്. പ്രോട്ടീൻ കോംപ്ലക്സിലൂടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നു, അങ്ങനെ പ്രോട്ടോൺ ഗ്രേഡിയന്റ് കൂടുകയാണ് ചെയ്യേണ്ടാവുക. അങ്ങനെ പ്രോട്ടീൻ ഗ്രേഡിയന്റ് കൂടിയത് കാരണം എന്ത് ചെയ്യുന്നു, ATP പ്രൊഡ്യൂസ് ATP ഫ്രം ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. നമ്മുടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റും ADPയും കൂടെ ചേർന്നിട്ട് ആരെ ഉണ്ടാക്കുന്നു, ATP ഉണ്ടാക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു തരട്ടെ, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു സീരീസ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്, ഇതാണ് പ്രോട്ടീൻസ്. ഇതുവഴി ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അങ്ങനെ എന്ത് നടക്കുന്നു, എനർജി ട്രാൻസ്ഫർ നടക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നു. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത് കൊണ്ട് മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനകത്ത് എന്ത് നടക്കുന്നു, ഗ്രേഡിയന്റ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൂടുന്ന കാരണം എന്ത് ചെയ്യുന്നു, ADP ATP ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. അപ്പോൾ ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കൂടെ ചേർന്ന് ATP ഉണ്ടാക്കുന്നു. സിമ്പിൾ അല്ലേ, എളുപ്പം മനസ്സിലാവും. നമ്മൾ പറയാൻ പോകുന്ന ടൈപ്പ് ഓഫ് ബയോ എനർജിക് റിയാക്ഷൻസ് ആണ്. മൊത്തം 2 റിയാക്ഷൻസ് പഠിക്കണം, എക്സോജനിക് റിയാക്ഷൻ ആൻഡ് എൻഡോജനിക് റിയാക്ഷൻ പഠിക്കണം. സോ എന്താ എക്സോജനിക് റിയാക്ഷൻ? സോ സ്പോണ്ടിനിയസ് റിയാക്ഷൻ ആണ്. സോ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് കാറ്റബോളിക് പ്രോസസ്സിന് വേണ്ടി, സെല്ലുലർ റെസ്പിറേഷന് വേണ്ടിയുള്ള കാറ്റബോളിക് പ്രോസസ്സിനൊക്കെ വേണ്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എനർജി പെട്ടെന്ന് റിലീസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എൻഡോജനിക് റിയാക്ഷൻ ആണ്. നോൺ സ്പോണ്ടിനിയസ് ആണ്, പയ്യെ വരുള്ളൂ കേട്ടോ. ഇവിടെ റിക്വയർ എനർജി ഇൻപുട്ട്, ഒരു എക്സ്റ്റേണലി ഒരു സോഴ്സ് വേണം, എന്തെങ്കിലും അവർ തള്ളാൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യേണ്ടാവുള്ളൂ. ആൻഡ് അനബോളിക് പ്രോസസ്സിലേക്ക് ഫോട്ടോസിന്തസിസ്, പ്രോട്ടീൻ സിന്തസിനൊക്കെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഫോട്ടോസിന്തസിസ് പറയുവാണെങ്കിൽ സൺലൈറ്റ് വേണം, അവിടെ ഒരു എനർജി സോഴ്സ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എൻഡോജനിക് റിയാക്ഷൻസ് നടക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് എക്സാമ്പിൾ പറയുന്നത്, എക്സോജനിക് ആൻഡ് എൻഡോജനിക് റിയാക്ഷൻസ് ആണ്. സോ ആക്ടിവേഷൻ എനർജി, ദ മിനിമം എനർജി റിക്വയർഡ് ടു ഇനിഷ്യേറ്റ് എ കെമിക്കൽ റിയാക്ഷൻ എൻസൈം ലോ ആക്ഷൻ എനർജി ഇൻ ബയോളജിക്കൽ സിസ്റ്റം. അതായത് എന്താണ് ആക്ടിവേഷൻ എനർജി? അതായത് ഇപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുവാണ്, അവിടെ സമയത്ത് എനർജി നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു മിനിമൽ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിയാക്ഷൻസ് ഇനിഷ്യേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആക്ടിവേഷൻ എനർജി എന്ന് പറയാം. സോ നെക്സ്റ്റ് വൺ ഈസ് ഗ്ലൂക്കോലൈസിസ് ആണ്. സോ എന്താണ് ഗ്ലൂക്കോലൈസിസ് എന്ന് പറയാം. സോ ഗ്ലൂക്കോലൈസിന്റെ ഒക്കെ ഈ സൈക്കിളിന്റെ ഒക്കെ ഒരു ആക്ച്വലി എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു സെപ്പറേറ്റ് നമ്മളൊരു സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കി പഠിച്ചോളാം. ബിക്കോസ് നമുക്ക് ഇതിനകത്ത് എല്ലാം വിശദമായി പറയാൻ പറ്റത്തില്ല. നമുക്ക് ബേസിക് കാര്യങ്ങൾ നമ്മൾ സ്പ്ലിറ്റ് ഔട്ട് ചെയ്ത് റാൻഡംലി പറയുകയാണ് ചെയ്യേണ്ടാവുക. നിങ്ങൾക്കൊരു ആക്ച്വൽ നോട്ടും റെഫറൻസ് നോട്ടിലും ആക്ച്വലി എങ്ങനെയാണ് ഗ്ലൂക്കോലൈസിസ് നടക്കുന്നുള്ളതിൻ്റെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചോളാം. സോ ഫസ്റ്റ് വൺ ഈസ് ഗ്ലൂക്കോസ് ഫോസ്ഫോറിലേഷൻ ആണ്. ഇവിടെ ഗ്ലൂക്കോസ് ഈസ് ഫോസ്ഫോറിലേറ്റ് യൂസിങ് 2 ATP മോളിക്യൂൾസ്. 2 ATP മോളിക്യൂൾ വെച്ചിട്ട് ഗ്ലൂക്കോസ് ഫോസ്ഫോറിലേഷൻ നടക്കും എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇത് എഴുതുമ്പോൾ തെറ്റൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഓർമ്മ നിൽക്കുന്നില്ലെങ്കിൽ ധൈര്യമായി ഇത് പഠിച്ചു, നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഇല്ലാന്നല്ല. പക്ഷെ ഒരു ആക്ച്വൽ സൈക്കിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുന്നില്ല ബെറ്റർ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. 2 ഗ്ലൂക്കോസ് സ്പ്ലിറ്റിംഗ് ആണ്. ദ 6 കാർബൺ മോളിക്യൂൾ ഈസ് സ്പ്ലിറ്റഡ് ഇൻടു 2-3 കാർബൺ കോമ്പൗണ്ട്. അതായത് 6 കാർബൺ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, 2-3 കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് മാറി തിരിക്കുകയാണ് ചെയ്യുക. ആദ്യം ഗ്ലൂക്കോസ് ഫോസ്ഫോറിലേഷൻ യൂസിങ് 2 ATP, പിന്നെ 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഓക്സിഡേഷൻ ആൻഡ് ഫോസ്ഫോറിലേഷൻ ആണ്. 3 കാർബൺ കോമ്പൗണ്ട്സ് ഓക്സിഡൈസ് ചെയ്ത് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് NADH ഉണ്ടാവുന്നു. എന്തുണ്ടാവുന്നു, NADH ഉണ്ടാവുന്നു. ഇനി ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ പ്രൊഡ്യൂസ് 4 ATP മോളിക്യൂൾസ്. പിന്നെ എന്ത് ചെയ്യുന്നു, 4 ATP മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ഇതാണ് ഗ്ലൂക്കോലൈസിസ്. സോ ബേസിക്കലി ഞാൻ ഇപ്പോഴും പറയുന്നു, റെഫറൻസ് നോട്ട് വായിക്കുക. അത് ഓർമ്മിക്കാത്തവർ മാത്രം, അല്ലെങ്കിൽ ഓർമ്മിക്കാൻ പറ്റാത്തവർ മാത്രം എന്ത് ചെയ്യുക, ഇത് പഠിച്ചാൽ മതിയാകും. സോ ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്, ലൈക്ക് ബേസിക്കലി നമുക്കറിയാം സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് തന്നെയാണ് അല്ലേ. സോ പ്രിക്വേഴ്സർ മോളിക്യൂൾ, സോ എവിടെ നിന്നാണ്
സോ നോൺ കാർബോഹൈഡ്രേറ്റ് ലൈക്ക് അമിനോ ആസിഡ് ആൻഡ് ലാക്ടേറ്റ് ആർ യൂസ്ഡ്. സോ ഈ ഏതൊരു ഗ്ലൂക്കോലൈസിസ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ തന്നെയും അതിന് പ്രിക്വേഴ്സർ വേണം, ഒരു സോഴ്സ് വേണം. അപ്പം നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്വേഴ്സർ ആയിട്ടുള്ള അമിനോ ആസിഡ്സും ലാക്ടേറ്റും ഒക്കെയാണ് ബേസിക്കലി ആര് പ്രിക്വേഴ്സർ എന്ന് പറയുന്നത്. ആൻഡ് റിവേഴ്സ് ഗ്ലൈക്കോലൈസിസ് ആണ്. മെനി സ്റ്റെപ്പ് ഓഫ് ഗ്ലൈക്കോലൈസിസ് ആർ റിവേഴ്സ്ഡ്. നമ്മൾ ഈ ഗ്ലൈക്കോലൈസിസ് പറയുന്നുണ്ടെങ്കിലും പല സ്റ്റെപ്പുകളും റിവൈസ് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ അതിൻ്റെ ഡിഫറൻസുകളുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എനർജി ഇൻപുട്ട് ആണ്. പ്രോസസ് റിക്വയർഡ് എനർജി ഇൻപുട്ട് ഇൻ ഫോം ഓഫ് ATP ആൻഡ് GTP. സോ ഇവിടെ നമുക്ക് എനർജി ഇൻപുട്ട് പറയുന്നത് ATP ആയിട്ടും GTP ആയിട്ടാണ്. ആൻഡ് ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ഉണ്ട്. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും ബ്ലഡ് സ്ട്രീംസിലായിരിക്കും. സിന്തസൈസ് ചെയ്ത് റിലീസ് ചെയ്യുന്നതായിട്ട് കേട്ടോ. സിന്തസൈസ് ചെയ്ത് റിലീസ് ചെയ്യുന്ന ബ്ലഡ് സ്ട്രീംസിലായിരിക്കും. സോ ഇത് ബേസിക് ആയിട്ട് നടക്കുന്ന ഒരു, ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ചൊക്കെ ഫസ്റ്റ് എഴുതാലോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, പ്രിക്വേഴ്സർ മോളിക്യൂൾ ഏതാണ്, റിവേഴ്സ് ഗ്ലൈക്കോളിസിസ് എന്താണ് എന്നുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സോ ഇത് മാക്സിമം പഠിച്ച് വെക്കുക. പഠിച്ച് നിങ്ങൾക്ക് നല്ലതാണ്. കാര്യം എന്തുകൊണ്ടാണ്, നിങ്ങൾ ആദ്യം ഈ ഒരു പോയിന്റ്സ് ഒക്കെ എഴുതുമ്പോൾ അവർ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ പിള്ളേർക്ക് എന്തൊക്കെയോ അറിയാം എന്നൊക്കെ അവർ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കേണ്ടത് സിട്രിക് ആസിഡ് സൈക്കിളാണ്. സോ എനർജി പ്രൊഡക്ഷൻ ഹബ് എന്ന് വേണമെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിളിനെ പറയാം. സോ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്ന പോലെ തന്നെ അതൊരു സൈക്ലിക് പ്രോസസ് ആണ്. സോ സീരീസ് ഓഫ് റിയാക്ഷൻ ദാറ്റ് ഓക്സിഡൈസിങ് അസറ്റിൽ CoA to CO2, അത് അസറ്റിൽ കോയനെ CO2 ആയിട്ട് മാറ്റുന്ന ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് ആണ് എന്ത് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ജനറേറ്റിംഗ് റെഡ്യൂസിങ് ഇക്വലൻസ് ആൻഡ് റെഡ്യൂസിങ് ഇക്വലൻസുകൾ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. സോ നെക്സ്റ്റ് വൺ ഈസ് എനർജി പ്രൊഡക്ഷൻ ആണ്. ഇവിടെ NADHും FADH2 ആണ് ബേസിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വിച്ച് ഡൊണേറ്റ് ഇലക്ട്രോൺ ടു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അങ്ങനെ ഇലക്ട്രോൺസുകൾ എന്തെങ്കിലും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് മാറ്റുന്നത് ആരാണ്, NADHും FADH2 ആണ്. മെറ്റാബോളിക് ഇന്റർമീഡിയറ്റ്സ് ആണ്. ജനറേറ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിക്വേഴ്സർ മോളിക്യൂൾ ഫോർ വേരിയസ് ബയോസിന്തറ്റിക് പാത്വേ. അതായത് എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള ബയോസിന്തറ്റിക് പാത്വേക്ക് വേണ്ടിയിട്ടുള്ള പ്രിക്വേഴ്സേഴ്സ് മോളിക്യൂൾസ് എല്ലാം ഫോം ചെയ്യുന്ന എവിടെ നിന്നാണ്, സിട്രിക് ആസിഡ് സൈക്കിളിൽ നിന്നാണ്. ഞാൻ ഇപ്പോഴും പറഞ്ഞു സിട്രിക് ആസിഡ് സൈക്കിൾ അവിടെ ഉണ്ട്, റെഫറൻസ് നോട്ടിലുണ്ട്, നോക്കി തന്നെ വെക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് കീറ്റോസിസ് ആണ്. ഒരു ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ലോ ഗ്ലൂക്കോസ് കണ്ടീഷൻ. സോ കീറ്റോസ് എവിടെ ഉണ്ടാവണം, ഇപ്പൊ നിങ്ങൾ കേട്ടില്ല കീറ്റോഡൈറ്റ് ഉണ്ടാവില്ല, അതിന്റെ ഒരു പരിപാടി തന്നെയാണ്. സോ കീറ്റോസ് വെൻ ഒക്കേഴ്സ് വെൻ ഗ്ലൂക്കോസ് ലെവൽ ലോ വൺ. നമ്മളെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബോഡി ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് കീറ്റോസിസ് എന്ന് പറയാം. നമ്മൾ ഫാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ലോ കാർബ് ഡയറ്റ് ഒക്കെ എടുക്കണ്ടാവില്ലേ, ആ സമയത്ത് നമ്മൾക്ക് എനർജി തരുന്ന ഒരു സോഴ്സ് ആണ് കീറ്റോസ് എന്ന് വെച്ചാൽ. സോ കീറ്റൺ body production. The liver produce ketone bodies from fatty acid as an alternative fuel source. നമ്മുടെ ലിവറില്ലേ, ലിവർ എന്തെയും കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. എവിടെ നിന്ന്, ഫാറ്റി ആസിഡിൽ നിന്ന്. സോ ഈ കീറ്റോൺ ബോഡീസ് നമ്മൾ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആയിട്ട് നമ്മളെ ബോഡി യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മളെ ബോഡിക്ക് എനർജി കിട്ടുന്ന രീതിയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് സെല്ലുലർ എനർജി ആണ്. സെല്ല്, ബ്രെയിൻ സെല്ല് ഒക്കെ എന്ത് ചെയ്യും, കീറ്റോൺ ബോഡീസ് ഉപയോഗിക്കാം. ഗ്ലൂക്കോസിന് പകരം എന്ത് ചെയ്യാം, കീറ്റോൺ ബോഡീസ് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ആൻഡ് മെറ്റബോളിക് അഡാപ്റ്റേഷൻ ആണ്. കീറ്റോസിസ് represent a metabolic adaptation to maintain energy homeostasis. സോ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ കിട്ടിക്കൊണ്ടിരുന്ന ഗ്ലൂക്കോസ് ആയാലും ഈവൻ ദോ നോർമൽ ഒരു ഡയറ്റ് കിട്ടാണ്ട് വരുന്ന സമയത്ത് വേറൊരു ഡയറ്റാണ് നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ നമുക്ക് പ്രോപ്പർ എനർജി ഇല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും കീറ്റോസ് നടന്നേ പറ്റും. അപ്പോൾ ഈ കീറ്റോസ് നടക്കുന്നത് നമ്മുടെ ഹോമിയോസ്റ്റാസിൻ്റെ ഒരു ബന്ധമാണ്. കാര്യം ഹോമിയോസ്റ്റാസ് നടക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടന്നു എന്ന് വെച്ചാൽ നമ്മൾ ബോഡി ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് മാറുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ദാറ്റ് മീൻസ് കീറ്റോസ് വളരെ അത്യാവശ്യമാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫോട്ടോസിന്തസിസ് ആണ്. എല്ലാവർക്കും അറിയാം എന്താണ്, ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. ആര്, ക്ലോറോഫിൽ മോളിക്യൂൾസ് ക്ലോറോപ്ലാസ്റ്റിനകത്ത് അബ്സോർബ് ചെയ്യുന്നു. അവിടെ ഇലക്ട്രോണിന്റെ എക്സൈറ്റേഷൻ നടക്കുന്നു. അബ്സോർബ്ഡ് എനർജി എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ എക്സൈറ്റേഷൻ നടക്കുകയും അങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുകയും ചെയ്യുന്നു. പിന്നെ ATP and NADPH പ്രൊഡക്ഷൻ ആണ്. ലൈറ്റ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നു, ATPയും NADPHും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് കാർബൺ ഫിക്സേഷൻ ആൻഡ് കാൽവിൻ സൈക്കിളാണ് എന്ത് ചെയ്യുന്നത്, ATPയും NADPHും എന്ത് ചെയ്യുന്നു, ടു ഫിക്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു ഗ്ലൂക്കോസ്. സോ കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റുന്ന ആരാണ്, ATPയും NADPHും ആണ്. സോ സിമ്പിൾ സ്റ്റെപ്പാണ്. ലൈറ്റ് ക്ലോറോഫിൽ മോളിക്യൂൾസ് ക്ലോറോപ്ലാസ്റ്റിനകത്തേക്ക് അബ്സോർബ് ചെയ്യുന്നു, ഇലക്ട്രോണിന്റെ എക്സൈറ്റേഷൻ നടക്കുന്നു, ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നു, ATP NADPH പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ATPയും NADPH എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്ലൂക്കോസ് ആയിട്ട് ഫിക്സ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് തെർമോഡൈനാമിക്സ് ആണ്. സോ നമുക്ക് രണ്ട് ലോസ് നമുക്ക് പഠിക്കാനുള്ളത്, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ ആണ്. ഫസ്റ്റ് ലോയിൽ എനർജി ഓഫ് യൂണിവേഴ്സൽ റിമെയിൻ കോൺസ്റ്റന്റ്, അതായത് എനർജി നമ്മുടെ സെല്ലുകളിൽ ട്രാൻസ്ഫോം ചെയ്യില്ലേ, അതിനെ പറ്റിയാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ആൻഡ് സെക്കൻഡ് ലോ ആണെങ്കിൽ സ്പോണ്ടേനിയസ് പ്രോസസ് ഇൻകോർപ്പറേറ്റ് എൻട്രോഫി, അതായത് നമ്മുടെ ബയോകെമിക്കൽ
റിയാക്ഷൻസ് ഡിറക്റ്റ് ചെയ്യുന്നത്. അതായത് സ്പോണ്ടേനിയസ് പ്രോസസ് ഇൻക്രീസ് എൻട്രോപ്പി, അതായത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ പെട്ടെന്ന് ഡിറക്റ്റ് ചെയ്യുന്ന ലോ ആണ് സെക്കൻഡ് ലോ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, തെർമോഡൈനാമിക്സ് ഓഫ് ബയോ എനർജറ്റിക്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ, നിങ്ങൾക്ക് ഉപയോഗം വരും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഫ്രീ എനർജി, എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ഇൻ ബയോളജിക്കൽ സിസ്റ്റം. എന്താണ് ഗിബ്സ് ഫ്രീ എനർജി, ജി എന്ന് പറയാം. സോ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് മെഷർ ദ എനർജി അവൈലബിൾ ടു ഡു വർക്ക് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സോ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും നമുക്ക് ആവശ്യമായ എനർജി, നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ട എനർജീനെയാണ് നമ്മൾ എന്ത് പറയുക, ഗിബ്സ് എനർജി എന്ന് പറയാം. എന്ത് എൻതാൽപ്പി, എത്രത്തോളം ഹീറ്റ് കണ്ടന്റ് ഒരു സിസ്റ്റത്തിൽ ഉണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയാം. ഇനി എന്താ എൻട്രോപ്പി, അത് ക്വാണ്ടിഫൈസ് ദ ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർ ഇൻ ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ എത്രത്തോളം ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഉണ്ട് അല്ലെങ്കിൽ ഡിസോർഡർ ഉണ്ട്, മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതാണ് എൻട്രോപ്പി. ആൻഡ് റിലേഷൻഷിപ്പ് എന്താണ്, ഇതുമായിട്ടുള്ള ബന്ധം എന്താണ് ജി ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്, ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. സോ ഇത്രയത്തിനും എന്തുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു സിമ്പിൾ ഭാഗമാണ്, അത്ര വലിയൊരു അയ്യോ ഇത് പാടല്ലേ എന്നൊന്നുമില്ല, ഭയങ്കര എളുപ്പമുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് എനർജി റിച്ച് കമ്പൗണ്ട്സ് ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. എന്താ എ ടി പിയുടെ സ്ട്രക്ചർ? എ ടി പിക്ക് ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ടാണ്, നമുക്ക് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എ ടി പി. ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറയുകയാണേ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അറിയാമല്ലോ, സീരീസ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ. എന്താ റെഡോക്സ് റിയാക്ഷൻ? ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, റെഡോക്സ് റിയാക്ഷൻ അല്ലേ. അപ്പോൾ ഈ റെഡോക്സിഡേഷൻ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് എ ടി പി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്. ആൻഡ് എ ടി പി എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നു? ബേസിക്കലി നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. എ ടി പി ഇല്ല, ലൈക്ക് ഗ്ലൂക്കോസ് ലൈസിസ് നടക്കുന്നില്ലെങ്കിൽ കീറ്റോൺ ബോഡീസ് യൂസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ. അപ്പോൾ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, അപ്പോൾ അധികം കാര്യമായിട്ടൊന്നും പഠിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, മനസ്സിലാക്കി തന്നെ പഠിക്കാം. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.